ഹലോ ഗൈസ്, നമ്മുടെ പുതിയൊരു വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് ഒരു കുട്ടി ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഉണ്ട് ഗൈസ്. ചേട്ടൻ ഓൾറെഡി പോയി കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടതേ ഞാനും റെഡി ആയിട്ട് പോവാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞിട്ടതേ ഞാനും പോകാനായിട്ട് നിൽക്കുകയാണ്. ഏകദേശം ഒരു 9:30 ആയിട്ടാണ് ഞാൻ ഇറങ്ങുമ്പോൾ. അത് കഴിഞ്ഞ് അവിടെ എത്തി കുറേ നേരം പോസ്റ്റായി നിൽക്കേണ്ടി വന്നു കേട്ടോ. ഞാൻ ഇത്തിരി നേരത്തെയാണ് വന്നത്. പിന്നെ ഇന്നൊരു സംഭവം ഉണ്ടായി ഗൈസ്. ചേട്ടൻ ജോലിക്ക് പോയ സ്ഥലത്ത് ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. വേറെ ആരുമല്ല, നമ്മുടെ ബോബി ചെമ്മണ്ണൂർ സാറായിരുന്നു. അവിടെ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് പോലത്തെ ഒരു ഇതായിരുന്നു കേട്ടോ. അപ്പോൾ അവിടുത്തെ ഒന്ന് വിസിറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ചേട്ടൻ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആൾ വന്ന വണ്ടിയായിരുന്നു ഇത്. സ്ഥലം ഏകദേശം തൃശ്ശൂർ കഴിഞ്ഞ് പട്ടിക്കാട് ആ ഭാഗമൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ചേട്ടനും ആളുടെ ഒപ്പം നിന്നിട്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ആളെന്ന് പറഞ്ഞാൽ ഒരു വലിയ ബിസിനസ്മാൻ ആണല്ലോ. എന്നാൽ പോലും നമ്മൾ എടുത്ത് ചേട്ടനൊക്കെ സംസാരിക്കും. പിന്നെ അതുപോലെ തന്നെ ഫോട്ടോസ് എടുക്കാനൊക്കെ ചോദിച്ചപ്പോൾ തീരെ മടി കൂടാണ്ട് എടുക്കാനൊക്കെ വന്നു കേട്ടാ. പിന്നെ അവിടെ ഫുള്ള് വിസിറ്റ് ചെയ്ത് നടന്നിട്ട് കാണലും അങ്ങനത്തെയൊക്കെ ആയിരുന്നു. പിന്നെ ചേട്ടനായിട്ട് നിൽക്കണ ഒരു സെൽഫി അല്ലെങ്കിൽ വീഡിയോ ഞാനിതിൽ ഷെയർ ചെയ്യാം കേട്ടോ. അങ്ങനെ അത് കേടാണ്ട് അവർ സെൽഫിയൊക്കെ എടുത്തു. പിന്നെ ആൾ പോവാനുള്ള ടൈമൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു ടൊയോട്ടോ വണ്ടിയിലാണ് കേട്ടോ ആൾ പോയത് ലാസ്റ്റായിട്ടത്. വേറെ വണ്ടിയിലൊക്കെയാണ് വന്നത്, അവസാനം പോയത് ഒരു ചെറിയ വണ്ടിയിലാണ് കേട്ടോ. നല്ലൊരു വ്യക്തി തന്നെയായിരുന്നു. അതിന് ശേഷം പിന്നെ പണിയൊക്കെ കഴിഞ്ഞ് ചേട്ടൻ വീട്ടിലെത്തി. അപ്പം ഞാനും എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ആപ്പിൾ മുറിച്ച് കഴിക്കേണ്ട അതൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കായിരുന്നു കേട്ടോ. ഞാൻ ഉരുളൻകിഴങ്ങ് കൊണ്ട് വെറുതെ മസാലപ്പൊടിയൊക്കെ മഞ്ഞൾപ്പൊടി ഉപ്പുപൊടിയൊക്കെ ഇട്ടിട്ട് ലേശം ഉപ്പൊന്ന് കൂടിപ്പോയിട്ടാ. പിന്നെ രാത്രി ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു. ചപ്പാത്തി, സാമ്പാർ, പിന്നെ ഫ്രഞ്ച് ഫ്രൈസും അതുപോലെ തന്നെ ടൊമാറ്റോ സോസും പിന്നെ അതുപോലെ തന്നെ ചപ്പാത്തി, പിന്നെ അതുപോലെ തന്നെ ഫ്രഞ്ച് ഫ്രൈസ് ഇതിട്ടിട്ട് റോൾ ചെയ്ത് കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ. ഞാൻ അങ്ങനെയാണ് കഴിച്ചത്. ഇതിലേക്ക് ഞാൻ മയണൈസും കൂടി ഉണ്ടെങ്കിൽ നല്ല അടിപൊളി കോംബോ ആയിരിക്കും കേട്ടോ ഗൈസ്. അപ്പോൾ ഗൈസ് അങ്ങനെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് അങ്ങനെ കിടന്നു. ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. അടുത്ത വീഡിയോ കാണുന്ന എല്ലാവർക്കും ബൈ ബൈ.